ഇനി ജനുവരി 5-ാം തീയതിയാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഹൈക്കോടതിക്ക് മുന്നിൽ പരിഗണനയ്ക്ക് എത്തുന്നത്. കഴിഞ്ഞ തവണ കോടതി കേസ് പരിഗണിച്ചപ്പോൾ SITയെ കുടഞ്ഞതാണ്. പ്രതികളുടെ മൊഴികളിൽ പരാമർശിക്കപ്പെട്ടവരിൽ നിന്ന് വിശദീകരണം തേടാത്തതാണ് അന്ന് ഹൈക്കോടതിയെ പ്രകോപിപ്പിച്ചതും. ഇക്കാര്യം പൂർണ്ണമായും അന്വേഷിച്ച് വസ്തുത കണ്ടെത്തണമെന്നായിരുന്നു അന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. ഈ ഒരു സാഹചര്യത്തിൽ കോടതിയെ പേടിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ മാത്രമാണോ കടകംപള്ളിയുടെ കാര്യത്തിൽ നടന്നത്, അതോ അതിനപ്പുറത്തേക്കുള്ള കണ്ടെത്തലുകൾ ഉണ്ടായിട്ടുണ്ടോ? ഈ മാസം 5-ാം തീയതിയാണ് ഹൈക്കോടതിയിലെ SIT ടീം റിപ്പോർട്ട് കൊടുക്കേണ്ടത്. ഇതുവരെയുള്ള അന്വേഷണം എന്തൊക്കെയാണ് നടത്തിയതെന്ന് ഹൈക്കോടതിക്ക് വിശദമായി SIT റിപ്പോർട്ട് കൊടുക്കണം. ഹൈക്കോടതിയുടെ അവിടുത്തെ റിപ്പോർട്ട് സമർപ്പണത്തിലെല്ലാം ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് പേഴ്സണലായിട്ട് ഇവരോട് ഹൈക്കോടതി ചോദിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമാവില്ല. എങ്കിലും ചില കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. ഇവരെ രണ്ടുപേരെയും കൂടെ അറസ്റ്റ് കഴിഞ്ഞാൽ അടുത്ത നീക്കം ഉന്നതരിലേക്ക് പോയേ പറ്റുള്ളൂ. അടുത്ത നീക്കം എന്താണെന്ന് ഹൈക്കോടതി പറയേണ്ടി വരും. കാരണം SIT സംഘം തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെൻറ് ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലാണ്. പക്ഷേ അവർക്ക് പല കടപ്പാടുകളും ഒബ്ലിഗേഷൻസൊക്കെ സർക്കാരിലുണ്ടാകാം. പക്ഷേ ഈ കേസിൻ്റെ നിയന്ത്രണം, അന്വേഷണം എങ്ങനെ പോകണം, എങ്ങോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഹൈക്കോടതിയാണ്. അതുകൊണ്ട് ഈ SIT സംഘത്തിന് ബാധ്യത ഗവൺമെൻറ്റിനല്ല, ആഭ്യന്തര വകുപ്പിനോടല്ല, DGPയുടെ കീഴിലാണെങ്കിൽ DGPയോടുമല്ല. കൃത്യമായി ഹൈക്കോടതിയിലാണ് അവരിതിൻ്റെ കാര്യങ്ങൾ പറയേണ്ടതും അടുത്ത നടപടിയിലേക്ക് പോകേണ്ടതും എന്നാണ് ഞാൻ കരുതുന്നത്.